ഹായ് ഗായ്സ്, ലെറ്റ്സ് റിയാക്ട് കുറച്ച് റീൽസുകൾ. ഓക്കെ ഓക്കെ ഇതെന്തത് മുടി ആകെ ചെപ്പിക്കണല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് റീൽസുകൾ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒക്കെ റിയാക്ട് ചെയ്യാം. ഈ കപ്പൽ എന്താണ് ചെയ്യേണ്ടത്? ഈ ബോട്ടിലൊന്ന് ഇടിച്ചു പോകണം. ഇതിൻ്റെ കടിപ്പെട്ട് എനിക്ക് തീർന്ന് വീഡിയോ എടുത്ത് അവിടെ ഇരി. ഞാൻ അടുത്തത് എടാ വല്ല മലയാളം പടം കാണാൻ പോവാ. അവന്റെ ഒരു കൂള് ഇത് 3D വാളൊക്കെ കണ്ണിനെ മുന്നിൽ കൂടാ പോകുന്നത്. പടം കഴിയുമ്പോൾ കണ്ണാടിയും കൊണ്ടുപോവാൻ മോനെ. ഓ അമ്മ പടം കാണും. മൊത്തം തെറിയാണല്ലോ. എന്താ അമ്മേ? നമുക്ക് വീട്ടിൽ പോവാൻ ഒന്നും മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ എന്തിനാണ് ചിരിക്കുന്നത്? കോമഡി വരുമ്പോ ഇനി ഒന്ന് പറയണേ, ചിരിക്കാനേ. എല്ലാം മനസ്സിലാവുന്ന കൂട്ടം ഇരിക്കാം. പടം എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? മസാലക്കൂള് കൊള്ളാം, പക്ഷെ പിച്ചാത്തി കയ്യനാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടത്. കൈ ഇങ്ങനെ മടക്കുമ്പോ ബൂൾവറിന്റെ കൂട്ട് വാളൊക്കെ വരണം. ആ ശരിയാ, മത്തി വെട്ടാൻ എളുപ്പമാ. അടുത്തത് അമ്മയ്ക്ക് തരാം. അമ്മയ്ക്ക് സമ്മതിക്കൂല. മൂണങ്ങ് മൂണങ്ങ് അടുത്തത് Hi, hello, my dear friends. Good morning. How are you today? Have a nice day. All the very best. God bless you. Have a nice day. Nice to meet you. ഈശോ വിശേഷത്തിലെ സ്വാമി ശരണമയ്യപ്പ. അസ്സലാമു അലൈക്കും. വീടിൻ്റെ ഉള്ളിലോ? അടുത്തത് ശരിക്കുള്ള കണ്ണാണെങ്കിൽ ആ ചക്കൻ വെടിച്ചിരുന്നു. എന്ത് നല്ല കാലാവസ്ഥ, ഇങ്ങനെയുള്ളതായില്ല. സ്വിമ്മിംഗ് പൂള ഏതാനും പോയി റോഡ് ഗൈസ്, ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കുക. ഇത് നമ്മുടെ ഒരു വണ്ടി ഇന്നലെ വരുമ്പോൾ ഒരു റോബറി അറ്റംപ്റ്റ് നടന്നതാണ്. നമ്മളെ കുറേ നേരം ഫോളോ ചെയ്തു, വണ്ടി നിർത്തിക്കാൻ ട്രൈ ചെയ്തു, ക്രോസ് ഇട്ടു. പക്ഷെ നമ്മുടെ ഡ്രൈവർ അതിസാഹസികമായി വണ്ടി യൂ ടേൺ അടിച്ച് കുറച്ച് വെളിച്ചമുള്ള സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. നമ്മളെ ഈ പറഞ്ഞ പോലത്തെ സാഹസിക ഡ്രൈവർമാര് എല്ലാരും കൂടെ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പം എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ എപ്പോഴും മലയാളി, അതായത് ബാംഗ്ലൂർ മലയാളീസിനോട് എപ്പോഴും നമ്മൾ വീഡിയോ മുമ്പ് 1-2 വീഡിയോ ഇട്ടിരുന്നു. ഇങ്ങനത്തെ ആക്രമണങ്ങൾ നമ്മൾ ഇവിടുന്ന് കണ്ണൂരേക്ക് പോകുമ്പോഴും കോഴിക്കോടേക്ക് പോകുമ്പോഴും ഇനി ഇതങ്ങ് വിട്ട് കുറച്ച് ഔട്ടറിലോട്ട് പോകുന്ന സമയത്ത് എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളത്. ഈ പറഞ്ഞ സംഭവം നടന്നത് ഇന്നലെ ക്രിസ്മസിന്റെ അന്നാണ്. അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ പെട്ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സാഹസികത ഈ പറഞ്ഞ ഡ്രൈവർമാർ കൊണ്ടുവന്നൂല. നിർത്താൻ നിൽക്കണ്ട, വണ്ടിമേൽ 4 സ്ക്രാച്ച് വീണോട്ടെ, അല്ലെങ്കിൽ മുമ്പിൽ നിൽക്കാൻ ഇടിച്ചു വിട്ടോ. അവന്മാർ ഇറങ്ങി വരികയാണ്, അമ്മമാർ ഇടിച്ചു വിട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, വണ്ടി എടുത്ത് ഓടിക്കോളാം, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അല്ലാണ്ട് നിങ്ങൾ അവിടെ വലിയ സ്വാമി വിവേകാനന്ദനാവാൻ നിൽക്കണ്ട. അതായത് അഹിംസ കാര്യങ്ങളൊന്നും അവിടെ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇടിച്ചു വിട്ടോളാം, വണ്ടിയുടെ റിപ്പയറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻഷുറൻസിന് എടുക്കാം. പിന്നെ മാക്സിമം ഇതുപോലത്തെ സമയങ്ങളിൽ യാത്ര ചെയ്യാണ്ടിരിക്കാൻ പറ്റും എങ്കിൽ പോവാണ്ടിരിക്കുക. രാത്രികാല യാത്രകൾ ഒഴിവാക്കുക. അതിന് ബാച്ചിലർ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളായിക്കോട്ടെ. ഇതല്ലാണ്ട് വേറെ ചെയ്യാൻ പറ്റും ഈ ഒരു അവസരത്തിൽ തോന്നില്ല. ഇനി അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്ത് കമന്റ് ഇട്ടേക്കുക. ആ ഡോറ് വിട്ട് ഇറങ്ങി വരികയാണെങ്കിൽ, ഡോർ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടിച്ചിടുക. പവർ ഓഫ് S24 അൾട്ര. ഈ സാധനം ഞാൻ കണ്ടിട്ടുണ്ടാ. വണ്ടി നിർത്താണ്ട് പോകട്ടോ, നമ്പർ പ്ലേറ്റും കൂടിയിട്ട് അവിടെ S24 സൂം ചെയ്ത്
ഫോട്ടോ ആ നമ്പർ പ്ലേറ്റ് എടുക്കും. എൻ്റെ മോനെ കിട്ടിയാ ഇവിടെ കിട്ടി BT 72 26 പവർ ഓഫ് S24 അൾട്ര. അതെ അടിക്കുമല്ല ഇവിടെ കൊടുക്കൂ. ഓ കൊടുത്തോ. പറയാൻ നമ്മൾ ചെയ്താണ് മച്ചാ. സോഷ്യൽ മീഡിയ പരസ്യങ്ങളിൽ നിന്നോ അജ്ഞാത ഗ്രൂപ്പുകളിൽ നിന്നോ നിക്ഷേപ ടിപ്സുകൾ ഒരിക്കലും സ്വീകരിക്കരുത്. നിങ്ങളുടെ സമ്പാദ്യം ഇല്ലാതാക്കാൻ സൈബർ കുറ്റവാളികൾ സ്ഥാപിച്ച കെണികളായിരിക്കാം അവ. അത്തരത്തിലുള്ള ഏതെങ്കിലും സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി ദേശീയ സൈബർ ഹെൽപ്പ് ലൈനിൽ 1930 എന്ന നമ്പറിൽ അറിയിക്കുക. എന്തെങ്കിലും എമർജൻസികൾ ഈ പരസ്യം കഴിയണ ആരെങ്കിലും മച്ചാ വേറെ ലെവലാട്ടോ. എന്തോന്നടേത് എന്താ ഹായ് ആര് ആര് ഞാൻ ബ്രൂസ് പാറു വാട്ട് വിചാരിച്ച സാധനം അല്ല അത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്ത റിയാക്ഷനിൽ കാണാം. അപ്പോൾ ഓക്കെ ബൈ. ഇനിയും റിയാക്ഷൻസ് ഇങ്ങനെ വരും. അപ്പോൾ ഓക്കെ അടുത്ത റിയാക്ഷനിൽ കാണാം.